സാമ്പത്തിക രാഷ്ട്രീയകാര്യ വിദഗ്ധനായ പരകാല പ്രഭാകർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വാർത്താസമ്മേളനം വിളിച്ചിട്ട് ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. നേരത്തെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം ദ വയറിൽ എഴുതിയിരുന്ന ലേഖനം, അതിൻ്റെ ഒരു വിശദാംശങ്ങളാണ് കൂടുതൽ വ്യക്തതയോടെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ അകത്ത് ചില കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ ആന്ധ്രാപ്രദേശിൽ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു എന്നാണ് പരകാല പ്രഭാകർ പറയുന്നത്. അതിന് ഉദാഹരിക്കുന്ന അദ്ദേഹം രാത്രി 12 മണി മുതൽ രാവിലെ 2 മണി വരെയുള്ള സമയത്ത് 17 ലക്ഷം വോട്ടുകളാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20 സെക്കൻഡിൽ ഓരോ വോട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വോട്ടിംഗ് മെഷീൻ റീസെറ്റ് ചെയ്യാനുള്ള 14 സെക്കൻഡുകൾക്ക് പുറമെ 6 സെക്കൻഡ് വെച്ചിട്ട് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കറിയാം പോളിംഗ് ബൂത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയം എത്രയാണെന്ന്. അതോടൊപ്പം തന്നെ അവിടെ ഇലക്ഷൻ കമ്മീഷൻ വൈകുന്നേരം 5 മണി വരെ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളും പിന്നീട് അടുത്ത ദിവസം പുറത്തുവിടുന്ന കണക്കുകളും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളാണ് പരകാല പ്രഭാകർ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് രാജ്യം. കാരണം വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടിയിട്ട് മുന്നിൽ വരികയാണ്. ആ സമയത്താണ് മുൻപ് ഉന്നയിച്ച ആരോപണം കൂടുതൽ ഗൗരവത്തോടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഇതിലേക്കാണ് അജിംസ്. മുമ്പ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: 20 സെക്കൻഡിൽ വന്നിട്ടൊരു വോട്ട് ചെയ്യാൻ പറ്റും. ആ കണക്കുകൾ പരിശോധിച്ചാൽ അവസാനം മനസ്സിലാകുന്നത്, അത് വെച്ചിട്ട് വിശദീകരിച്ച് കഴിയുമ്പോൾ 14 സെക്കൻഡിൽ റീസെറ്റ് ചെയ്യുക, 6 സെക്കൻഡിൽ വന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാനും കഴിയണം. മൊത്തത്തിൽ അതിൻ്റെ അകത്തൊരു വല്ലാത്ത മുഴച്ചു നിൽപ്പ് തോന്നുന്നില്ലേ? ഈ 2 മാസം മുമ്പ് പരകാല പ്രഭാകർ വയറിലെ ലേഖനം എഴുതുമ്പോൾ അതിനോട്, ആ ലേഖനത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ, ഈവൻ അവിടുത്തെ പ്രതിപക്ഷമായ, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന YSRCP പോലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. പരകാല പ്രഭാകരനെ പോലെ കേന്ദ്ര ധനമന്ത്രിയുടെ ഭർത്താവായ, രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റായ, അതിനിശിതമായി ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു പ്രഭാഷകൻ കൂടിയായ പരകാല ഈ ലേഖനം എഴുതിയതിന് ശേഷം ആർക്കും അതൊരു പ്രശ്നമല്ല. കോൺഗ്രസ് അത് ഏറ്റെടുത്തോ? ഇല്ല. അവിടുത്തെ TDP അതിനോട് പ്രതികരിച്ചോ? ഇല്ല. YSRCP അതിനോട് പ്രതികരിച്ചോ? ഇല്ല. BJP പ്രതികരിച്ചോ? ഇല്ല. ആർക്കും അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. അപ്പോൾ 2 മാസമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്നില്ല, രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. ഇതുവരെയൊന്നും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുക്കുന്നുണ്ടോ? അതേക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? കാരണം ഇതുവരെ നടന്നിട്ടുള്ള വോട്ട് ചോരി ആരോപണങ്ങളിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ആരോപണമാണിത്. അതായത് രാഹുൽ ഗാന്ധി പല ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, വ്യാജ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ, ഡിലീറ്റ് ചെയ്തവ, കൂട്ടിച്ചേർക്കപ്പെട്ടവ, തെറ്റായ അഡ്രസ്സുള്ളവ, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ വോട്ടർ പട്ടിക നിർദ്ധാരണം ചെയ്താണ് ആ ആരോപണം ഉന്നയിക്കുന്നത്. ഇതങ്ങനെ ഒരു ആരോപണമല്ല. വോട്ട് ചേർക്കുകയോ വോട്ട് ഒഴിവാക്കുകയല്ല ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസ്താവനകൾ, അറിയിപ്പുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ, ഇത് മാത്രം ആധാരമാക്കിയാണ് അദ്ദേഹം ഈ കണ്ടെത്തൽ നടന്നത്. യഥാർത്ഥത്തിൽ ഇത് പരകാല പ്രഭാകർ ചെയ്യേണ്ട പണിയാണോ? അല്ല. യഥാർത്ഥത്തിൽ ഇത് മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആ പണി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിൻ്റെ കാരണം ഈ പരകാല പ്രഭാകർ വലിയ റിസർച്ച് ചെയ്തൊന്നും അല്ല അത് ചെയ്തത്. വലിയ റിസർച്ച് ചെയ്യുന്ന കാര്യമേ അല്ല. അതത് സമയങ്ങളിൽ വരുന്ന ECIയുടെ ഡാറ്റ അതെടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഏത് മാധ്യമ പ്രവർത്തകർക്കും വളരെ ഈസി ആയിട്ട് ലഭ്യമാകുന്ന വിവരം തന്നെയാണിത്. ഇത് ആരും ചെയ്തില്ല. ഇതിൽ സംശയം പരകാല പ്രഭാകർ ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ക്രോസ് ചെയ്ത് ഇപ്പോൾ കണ്ട മിസ്മാച്ചസ് ആണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റഫറിയുടെ റോൾ വിട്ട് കളിക്കളത്തിറങ്ങി കളിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെ ഇന്ത്യയിലെ വോട്ടർമാർ എത്രമാത്രം ഇത്ര ആരോപണങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്? ഈവൻ ആന്ധ്രയിൽ നിന്ന് തന്നെ എന്ത് പ്രതികരണം ഉണ്ടാകുന്നുണ്ട്? ആന്ധ്രാപ്രദേശിലുള്ള വോട്ടർമാരാണല്ലോ. അപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളെ പറ്റി പൊതുവെ പറയുന്നത്, തെക്കൻ സംസ്ഥാനങ്ങൾ ഭയങ്കര രാഷ്ട്രീയ പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നരാണ്, സാക്ഷരതയുള്ളവരാണ്. ആന്ധ്രയിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്? ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും YSRCP ഇതേക്കുറിച്ച് മൗനം പാലിക്കുന്നത്? കാരണം YSRCPയുടെ ഒരു 2 ടൈമിലുള്ള ഭരണം യഥാർത്ഥത്തിൽ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. അത് ശരിയായിരുന്നു താനും. പക്ഷേ ഈ ആൻറ്റി ഇൻകംബൻസി ഉള്ളതൊപ്പം തന്നെ 175 സീറ്റിൽ 164 സീറ്റ് നേടും വിധം TDP BJP സഖ്യത്തിന് അവിടെ ഒരു നേട്ടമുണ്ടാകാൻ കഴിയില്ല. കാരണം TDP എത്രയോ നാളായിട്ട് അവിടെ അധികാരത്തിൽ നിന്ന് പുറത്താണ്. ഇതിൽ BJPക്ക് കുറച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സഖ്യത്തിൽ അങ്ങനെ BJP ഒരു സാന്നിധ്യമേ അല്ല. എവിടെ? ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ BJP ഒരു സാന്നിധ്യമേ അല്ല. കേരളത്തിലോ തമിഴ്നാട്ടിലോ ഉള്ളതുപോലെ സാന്നിധ്യമില്ല. എവിടെ? ആന്ധ്രാപ്രദേശിൽ. പിന്നെ അങ്ങനെ അവർക്ക് എത്ര സീറ്റ് കിട്ടാൻ? ഇപ്പോൾ അവർ സഖ്യത്തോടൊപ്പം ഞാൻ മത്സരിച്ചാൽ പോലും അവരുടെ രാഷ്ട്രീയത്തെ തള്ളി പറയുന്നവരാണ് ആന്ധ്രാപ്രദേശ് ജനത. അപ്പോൾ ഇതിലൊന്നും ഒരു സംശയം തോന്നാതെ ആരും പ്രതികരിക്കാതിരിക്കുമ്പോൾ പരകാലയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഡൽഹിയിൽ പോയിട്ട് വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നു.
ഇതിനോട് ECI പ്രതികരിച്ചോ? ഇല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനൗദ്യോഗിക സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്താ സമ്മേളനത്തോടുള്ള റെസ്പോൺസായിട്ട് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ക്ലെയിം ചെയ്യുന്നത് കാര്യമില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ 2 വർഷം എന്നുള്ളത് ഒരു കുറ്റകൃത്യം, ഒരു ക്രിമിനൽ ആക്ട് ഇല്ലാതാവാനുള്ള കാരണമാണ്. ഇത് നടന്ന് തെരഞ്ഞെടുപ്പ് ക്രമക്കേട് മാത്രമല്ല, ഒരു കുറ്റകൃത്യമാണ്. അർദ്ധരാത്രി 11 മണിക്കും പുലർച്ചെ 2 മണിക്കും ഇടയിൽ വലിയ തോതിൽ വോട്ട് ചെയ്യപ്പെടുന്നു. അതായത് 6 മണിക്ക് അവസാനിക്കുക, 6 മണിക്ക് 7 മണിക്ക് അവസാനിക്കേണ്ട തെരഞ്ഞെടുപ്പ് വോട്ടിൽ 6 മണിക്കും 8 മണിക്കും ഇടയിൽ പോൾ ചെയ്യപ്പെടുന്ന 3% 11 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് ലക്ഷക്കണക്കിന് വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ആർക്കും ഒരു സംശയവുമില്ല, ആർക്കും ഒരു പ്രതിഷേധവുമില്ല, ആന്ധ്രയിൽ നിന്ന് തന്നെ പ്രതിഷേധവുമില്ല. അപ്പോൾ ആണ് ഈ 5 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുമെന്നുള്ള ആശങ്ക സ്വാഭാവികമായും നമ്മളെപ്പോലുള്ളവർക്ക് ഉയരുന്നത്. കേരളത്തിൽ അത് ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ അത് നടന്നു കഴിഞ്ഞു. കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധിയുള്ള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുമോ ഇല്ലയെന്ന് വെച്ചാൽ കേരളത്തിൽ അത് നടന്നു കഴിഞ്ഞു. തൃശ്ശൂരിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അതിന് തെളിവുകൾ പുറത്തു വന്നതാണ്. വ്യാജമായ ആളുകളുടെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടാണ് അത് അട്ടിമറിച്ചതെന്ന് തെളിഞ്ഞ കാര്യമാണ്. അതിനെതിരെ എത്ര രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രശ്നമുണ്ട്, പ്രതിഷേധമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ BJP സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് തൃശ്ശൂരിൽ. BJPയെ നഖശിഖാന്തം സൈദ്ധാന്തികമായി എതിർക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ 2 വർഷത്തിനിടയിൽ തൃശ്ശൂരിലെ വോട്ട് ചോരിയെക്കുറിച്ച് ഒരക്ഷരം, ഒരു കാര്യം പിണറായി വിജയൻ പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലുണ്ടോ, പബ്ലിക് മെമ്മറിയിലുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടെന്ന് പറയാനുണ്ടോ? ഇല്ല. തൃശ്ശൂരിൽ BJP ജയിച്ചത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണെന്ന് CPM നേതാക്കൾ നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാത്തത്? അപ്പോൾ നാളെ ഈ കേരളത്തിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടന്നേക്കാം. കാരണം അങ്ങനെ നടക്കില്ല എന്ന് പറയാനുള്ള ഡാറ്റ നമ്മുടെ ഇല്ല, അങ്ങനെ ആത്മവിശ്വാസവും നമുക്കില്ല. കാരണം ഇന്ത്യ മുഴുവൻ നടക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ആന്ധ്രയിൽ നടന്നു കഴിഞ്ഞു, കേരളത്തിൽ നടക്കില്ല, തൃശ്ശൂരിൽ നടന്നു കഴിഞ്ഞു. കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എത്ര പേർ അതിനെതിരെ പ്രതികരിക്കും? എത്ര മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെ എത്ര മാധ്യമങ്ങൾ ജാഗ്രത കാണിക്കും? മാധ്യമങ്ങളുടെ ജാഗ്രത ഇക്കാര്യത്തിൽ വളരെ വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഈ SIR പ്രോസസ്സ് കണ്ടു. അപ്പോൾ ഈ SIR പ്രോസസ്സ് താരതമ്യേന പരാതിരഹിതമായി പൂർത്തീകരിക്കാൻ വലിയ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ അസമിലോ ബംഗാളിലോ ബീഹാറിലോ കണ്ടതുപോലെ വലിയ പരാതികൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ അതിൻ്റെ കാരണം? ഇവിടെ മാധ്യമങ്ങൾ ജാഗരൂകരായിരുന്നു, നമ്മൾ ഉൾപ്പെടെ ജാഗരൂകരായിരുന്നു. നമ്മൾ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് നിരവധി വാർത്തകൾ, എക്സ്ക്ലൂഷൻ്റെയും ഇൻക്ലൂഷൻ്റെയും വാർത്തകൾ ധാരാളമായും കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതത് സമയത്ത് പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ജാഗ്രത കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുമോ എന്നുള്ളതാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. യെസ് നിഷാദെ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരിയായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയത്താണ് ഇന്നലെ പരകാല പ്രഭാകർ വന്നിട്ട് വലിയ വാർത്താ സമ്മേളനം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രശാന്ത് ഭൂഷണും അതോടൊപ്പം തന്നെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ SY ഖുറേഷിയും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രതീക്ഷയോടെ ആൾക്കാർ നോക്കുന്നത് BJPക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത തമിഴ്നാട്, വെസ്റ്റ് ബംഗാളും കേരളവും കൂടിയിട്ടാണ്. അപ്പോൾ ചിലതൊക്കെ വിളിച്ചു പറയുക കൂടിയിട്ടല്ലേ ഇതിലൂടെ ഇവർ? എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് വലിയ ജാഗ്രത ഉണ്ടാവണം എന്നാണ്. അപ്പം നമ്മളൊക്കെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഈ വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശരാശരി മനുഷ്യൻ്റെ ഉത്തരം എന്താണ്? നടക്കുന്നുണ്ടെന്ന് തന്നെയല്ലേ. കാരണം എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ബാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് മൗനം പാലിക്കുകയോ വിചിത്രമായ മറുപടികൾ പറയുകയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നം, പരകാല പ്രഭാകർ ഉന്നയിക്കുന്ന പ്രശ്നം, ഇതൊക്കെ വസ്തുതാവിരുദ്ധമാണ്, ലോജിക്ക് ഇല്ലാത്തതാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാർത്താ സമ്മേളനം നടത്താൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയണമല്ലോ. അദ്ദേഹം 20 ദിവസം മുമ്പ് ഒരു നോട്ടീസ് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ തരുന്ന ഡാറ്റ മുഴുവൻ പ്രശ്നമാണല്ലോ, ഒരു മറുപടി അവർ കൊടുക്കുന്നില്ല. ഇനി പോട്ടെ, 2 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ക്ലെയിം ഉന്നയിക്കാനോ പരാതി ഉന്നയിക്കാനോ കഴിയില്ല എന്ന് പറയും. 45 ദിവസം കഴിഞ്ഞാൽ വീഡിയോകൾ പോലും ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞ ഒരു പുതിയ നിയമം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. കാരണം 45 ദിവസം കഴിഞ്ഞാൽ 10-45 ദിവസമോ 2 മാസമൊക്കെ എടുക്കും ആൾക്കാർക്ക് മൊത്തം ഒന്ന് മനസ്സിലാക്കി വരാൻ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വന്ന് പ്രിപ്പയർ ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഒരു പരാതി ഉന്നയിക്കാൻ അവിടെ ചെല്ലുമ്പോൾ 45 ഡേയ്സ് കഴിഞ്ഞെങ്കിൽ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ എന്താ അവർക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണോ? ഡിലീറ്റ് ചെയ്ത് കളയാൻ നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിനാണ്? ആളുകളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത്. കാരണം വോട്ടിംഗ് ചെയ്യാൻ വരുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഒരിക്കൽ ചോദിച്ചാൽ പറഞ്ഞ ഓർമ്മയില്ലേ, നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ദൃശ്യങ്ങളാണ്, അത് പുറത്തു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കമ്മീഷനാണ് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇനി പോട്ടെ, കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള നിയമപ്രശ്നമാണെങ്കിൽ പോട്ടെ, ഈ ഡേറ്റയിൽ പ്രശ്നമുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മീഷന് ഒരു കത്ത് കൊടുക്കുമ്പോൾ ഏത് വാർത്തയും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ്, ഏത് ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് നമ്മൾ ക്വസ്റ്റ്യനർ കൊടുക്കുമല്ലോ, നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ, ഞാൻ കാരണം ഈ ആരോപണം ഉന്നയിക്കാൻ പോവാണ്.
അതൊരു ആരോപണത്തിന് രാജ്യത്തെ മൊത്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ക്രെഡിബിലിറ്റിയെ പ്രശ്നത്തിലാക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ഞാൻ ഉന്നയിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല മറുപടിയും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് ക്വസ്റ്റനെയർ കൊടുക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന കമ്മീഷന് ഉത്തരവില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ വൈകുന്നേരം 5 മണിക്ക് ആന്ധ്രാപ്രദേശിൽ എത്രയാണ് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ടേൺ ഔട്ട് എന്ന് നോക്കുന്നു. അപ്പോൾ എത്ര 68%, 68%. ആ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് എല്ലായിടത്തും അങ്ങനെയാണ്. ആദ്യം നമുക്ക് 5 മണിക്ക് ഒരു ടേൺ ഔട്ട് കിട്ടും, അതിനുശേഷം പിന്നീട് അവസാനത്തെ ഒരു ഫൈനൽ രൂപം കിട്ടും. അത് തമ്മിൽ വളരെ നേരിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ആന്ധ്രാപ്രദേശിൽ 68% എന്ന് പറഞ്ഞത് പിന്നെ ഒറ്റയടിക്ക് കൂടിയത് 12% വ്യത്യാസത്തിലാണ് പിന്നെ ഫൈനൽ കണക്ക് തരുന്നത്. അതൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. അത് വൈകുന്നേരം 5 മണിക്ക് പറഞ്ഞ കണക്കും 2 ദിവസം കഴിഞ്ഞ് തരുന്ന ഫൈനൽ കണക്ക് തമ്മിൽ എത്ര കണക്കിൻ്റെ 12% വ്യത്യാസം. 5 മണിക്ക് ശേഷം മാത്രം വോട്ട് ചെയ്തത് ഈ പറഞ്ഞ 12.5% ആൾക്കാർ വോട്ട് ചെയ്യുന്നു. ഏതാണ്ട് 51 ലക്ഷം ആളുകൾ 5 മണിക്ക് ശേഷം വോട്ട് ചെയ്യണം. ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. 5 മണിക്ക് ശേഷം ആളുകൾ ക്യൂവിലുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ കൊടുക്കണം, അവരത് വീഡിയോയിൽ പകർത്തണം, അത് ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റിട്ടേണിംഗ് ഓഫീസർമാർ കൊടുത്തിട്ടുള്ള ഹാൻഡ് ബുക്കിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 5 മണിക്ക് ശേഷം വരി നിന്ന ആളുകൾക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ടോ, അവരുടെ വീഡിയോ പകർത്തിയിട്ടുണ്ടോ, അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ എന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നില്ല, മറുപടി പറയുന്നില്ല. രാത്രി 2 മണി വരെ പോളിംഗ് നടക്കുകയാണ്. പിറ്റേന്ന് പുലർച്ചെ 2 മണി വരെ, രാത്രി 11:45 മുതൽ 2 മണി വരെ പോളിംഗ് നടന്ന സ്റ്റേഷനുകളെ കുറിച്ച് പറഞ്ഞു. എത്രണ്ണോ, 1, 2, 3 ഒന്നുമല്ല. നമ്മുടെ പോളിംഗ് നീണ്ടുപോകാറുണ്ട്. എന്തെങ്കിലും മെഷീന് പ്രശ്നം ഉണ്ടാവുകയോ എന്തെങ്കിലും തർക്കം ഉണ്ടാവുകയോ ചെയ്താൽ നീണ്ടുപോകാറുണ്ട്. അവിടെ നീണ്ടുപോയത് 3500ഓളം ബൂത്തുകൾ നീണ്ടുപോയി. എന്ന് വെച്ചാൽ ശരാശരി 490-500 വോട്ടാണ് ഒരു ബൂത്തിൽ മാത്രം 5 മണിക്ക് ശേഷം രേഖപ്പെടുത്തിയത്. രാത്രി 2 മണി വരെയുള്ള കണക്കെടുക്കുമോ എന്നാലോചിക്കണം. എന്നാൽ അദ്ദേഹം നേരത്തെ സികേഷ് പറഞ്ഞ പോലെ ഒരു വോട്ട് ചെയ്യാനെടുത്ത കണക്കിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ട് 20 സെക്കൻഡ്. 20 സെക്കൻഡാണ് ഒരാൾ വോട്ട് ചെയ്യാനെടുത്ത സമയം. 20 സെക്കൻഡിനകത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വിവിപാറ്റ് പുറത്തു വരാനുള്ള നമ്മൾ കാത്തിരിപ്പ് സമയമുണ്ടല്ലോ, ആ സമയം അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ള സമയം 6 സെക്കൻഡാണ്. 6 സെക്കൻഡ് കൊണ്ട് ഇത്രയും അധികം ഒരാൾ വോട്ട് ചെയ്ത് പോവുക, എന്നിട്ട് 51 ലക്ഷം വോട്ടുകൾ അഡീഷണലായി 5 മണിക്ക് ശേഷം രേഖപ്പെടുത്തുക. ഈ പ്രശ്നം ഉന്നയിച്ച് കമ്മീഷന് കത്ത് കൊടുക്കുന്നു. പൊതുമധ്യത്തിൽ അത് പറയുന്നു, ഒരു മറുപടിയും പറയുന്നില്ല. കമ്മീഷൻ ഞങ്ങൾ അതിലൊന്നും മറുപടി പറയേണ്ടതില്ല എന്നൊരു പ്രിവിലേജ് എടുക്കുന്നു. ആ പ്രിവിലേജിനോട് എല്ലാവരും ഏതാണ്ട് യോജിക്കുന്നു എന്ന മട്ടാണ് ഇവിടെ ഉള്ളത്. ഇത് എത്ര കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നടത്തുന്ന ക്രമക്കേടുകൾ കള്ളവോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. പക്ഷേ കമ്മീഷൻ്റെ തന്നെ കാർമ്മികത്വത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്ന ഗൗരവമുള്ള ചോദ്യം ചോദിക്കുകയാണ് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന സബ്യസാചി ദാസ് അദ്ദേഹം ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചു. അതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മോഡസ് ഓപ്പറാണ്ടിയാണിത്. വൈകുന്നേരം 5 മണിക്ക് ക്ലോസിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം അസാധാരണമായി കൂടുന്ന ടേൺ ഔട്ടിലെ നമ്പർ, അതിലെവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് അത്രയും നമ്പർ കൂടുന്നതെന്നുള്ള വലിയ സംശയം അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹത്തിന് പിന്നെ മുഖ്യധാരയിൽ നിന്ന് പോകേണ്ടി വന്നു, യൂണിവേഴ്സിറ്റിയിലെ പണി ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം സംശയിക്കേണ്ട ഒരു കാര്യം. ആന്ധ്രാപ്രദേശിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ ഒറ്റയടിക്ക് സ്വീപ്പ് ചെയ്തൊരു കക്ഷി മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് എന്ന് പറയുന്നത്, ഇതിനകത്തൊന്നും ആർക്കും ഒരു ഇഷ്യൂ ഉന്നയിക്കാനില്ല. കോടതിക്ക് പോലും അവരുടെ മുമ്പിൽ വരുന്ന ഈ പ്രശ്നം സീരിയസ് ആണ്, ഇത് ക്രെഡിബിലിറ്റി ഇഷ്യൂ ആണ്, രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് അടുത്ത 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. സമീപകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്, ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയ പ്രശ്നമുണ്ട്, ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കീ പ്ലെയേഴ്സ് ആയിട്ടുള്ള മറ്റ് കക്ഷികളുടെ വിശ്വാസ്യത എന്ന് പറയുന്ന സംഗതി ഉറപ്പാക്കിയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പുകളൊന്നും ഈ സമീപകാലത്ത് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച നാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് എവിടെയും ജയിക്കാൻ കഴിയുന്ന ടൂൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നൊരു കോൺഫിഡൻസ് BJP പ്രകടമാക്കുന്നുണ്ടെങ്കിൽ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അരുനിന്ന് കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം അവിടെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ബാധ്യത നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. ഇല്ല എന്താ സംഭവിക്കുക എന്നുള്ള നമ്മൾ പലകുറി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ കക്ഷികളും ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. കാരണം ഈ പറയുന്ന LDF അല്ലാതെ മറ്റാരുണ്ട്, അല്ലെങ്കിൽ UDF നയിക്കും, കേരളം ജയിക്കും എന്നൊക്കെയുള്ള മുദ്രാവാക്യം എഴുതി വെച്ചാൽ ആ മുദ്രാവാക്യം നല്ലതാണോ ഇല്ലയോ നോക്കിയിട്ട്, അല്ലെങ്കിൽ രണ്ടുപേരും പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ സൗജന്യ വാഗ്ദാനങ്ങൾ അത് നോക്കിയിട്ട് ഏതാണ് ബെറ്റർ നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലെക്സ് വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ നല്ല ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയാൽ മതി, നമുക്ക് അതിനനുസരിച്ച് വോട്ട് കിട്ടിക്കോളും, നല്ല നേതാക്കന്മാരെ അവതരിപ്പിച്ചാൽ മതി, അതിനനുസരിച്ച് വോട്ട് കിട്ടിക്കോളും എന്നൊക്കെയാണ് വിചാരമെങ്കിൽ അതിനൊക്കെ അപ്പുറം പോകാൻ കഴിയുന്ന കളികൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഗുണം കിട്ടുന്നത് തെരഞ്ഞെടുപ്പിലാണ്. ആ ഗുണം തന്നെ നേരത്തെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം എന്ന നിലയാണെങ്കിൽ നാം ഈ എടുക്കുന്ന പണി എന്തിനായിരിക്കുമെന്ന് എല്ലാവരും ആലോചിക്കണം.
ഒരു തൃശ്ശൂരല്ലേ പോയിട്ടുള്ളൂ, പൊയ്ക്കോട്ടെ എന്ന മട്ടാണ് എടുക്കുന്നെങ്കിൽ കേരളം തന്നെയും പോകുന്ന നിലയുണ്ടാവും. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കാൻ അവർക്ക് നേരം ഉണ്ടാവട്ടെ, നേരം വെളുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, ആന്ധ്രാപ്രദേശിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വൈകുന്നേരം 5 മണിക്ക് പുറത്തുവിട്ട കണക്കും അതിനുശേഷം ഏറ്റവും അവസാനം പുറത്തുവിട്ട കണക്കും തമ്മിൽ 51 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണുള്ളത്. ഇതിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്.